എന്തടി നീ കാണിച്ചേ? ഇന്ന് ഞാൻ വേണ്ട. രോഹിത്തെ ഇടയിൽ കയറരുത്. മാറിയെന്നേ. വേണ്ട ശാലിനി. വേണ്ടാന്ന് വെക്കുന്നതാ ഈ കുഴപ്പം. ഇനി നല്ല തല്ല് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നന്നാവില്ല. മാറിന്നേ. ശാലിനി വേണ്ടാന്ന്. രോഹിത്തെ മാറാൻ. ശാലിനിയോടല്ലേ പറഞ്ഞ വേണ്ടാന്ന്. എടോ, ഇയാൾക്ക് ഇതുവരെ കഥ എന്താന്ന് മനസ്സിലായില്ലേ? എടോ, തല്ലാതെ എന്നെ ആള് നേരെയായിരുന്നു. രോഹിത്തെ നേരാണോ? ഇനി രോഹിത് ഒന്ന് മാറിക്കേ. വാ, ഇങ്ങോട്ട് വാ. അമ്പടി കള്ളി. രോഹിത്തെ എന്ത് മാജിക്കാ ഇവളുടെ അടുത്ത് കാണിച്ചേ? അത് ശരി. എടോ, അതങ്ങനെ പുറത്തു പറയാൻ പറ്റുമോ? ഒരു കണക്കിന് നോക്കിയാലേ ഇയാളെക്കാട്ടും ഭേദം അനിയത്തി. ഇയാളെ എത്ര കാലം എന്നോട് പിണങ്ങിയിരുന്നറിയോ? അല്ല, നമ്മള് പറഞ്ഞേ ഉള്ളൂ. വേറൊന്നുമല്ല വിഷ്ണുവേട്ടാ, രോഹിത്ത് പ്രയോഗിച്ച മന്ത്രം അറിഞ്ഞെങ്കിലേ കുറച്ച് ജഗദീപിനോടി പറഞ്ഞു കൊടുക്കായിരുന്നു, സുസ്മിത നേരെയാക്കാനേ. ഓ, ആണെന്നോ? നേരെയോ? സുസ്മിതയുടെ കല്യാണം കഴിഞ്ഞോ? ആ, പിന്നെ വരനാരാന്ന് അറിയണ്ടേ ഇയാൾക്ക്? ദാ നിൽക്കുന്നു. ഇതോ? ഇതൊരു സ്വാമിയല്ലേ? ആ, അന്ന് സ്വാമിയായിരുന്നു, ഇന്ന് സുസ്മിതയുടെ ഹസ്ബൻഡ്. ജീവിക്കാൻ വേണ്ടിയുള്ള ഓരോരോ വേഷം കെട്ടലുകളെ. സുസ്മിതയ്ക്കല്ലെങ്കിലും അത് തന്നെ വേണം. അപ്പോഴേ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് പര്യവസാനിച്ച സ്ഥിതിക്ക് ഞാനെന്നാ അങ്ങോട്ട് തിരക്കട്ടെ അച്ഛനെ. അപ്പൊ ശരി, അപ്പൊ പോയി പൊളിക്ക്. പിന്നെ എല്ലാത്തിനും ആശാന്റെ ഒരു അനുഗ്രഹം വേണം. ഓ, ദീർഘസുമംഗലി ഭവ. വിഷ്ണുവേട്ടാ, അത് സ്ത്രീകൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം. അയ്യോ, എന്നൊരു കാര്യം ചെയ്യാം, സുമംഗലൻ ഭവ. പോരെ? എങ്ങനെയുണ്ട്? ഓ, എന്നാ പോവാണേ. ഇനിയും കുറച്ചു നേരം കൂടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സുഖപ്രസവത്തിനുള്ള വരം കൂടി കിട്ടും. പോടാ. എന്നാ ശരി. എന്നാലേ ജഗദീപ് പറഞ്ഞ പോലെ നമുക്ക് വീട്ടിലേക്ക് തെറിച്ചാലോ? ആയിക്കോട്ടെ ബ്രോ. ആ, പിന്നെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത്രയും കാലം കീരിയും പാമ്പും ആയിരുന്നു നിങ്ങൾ രണ്ടാളും. അക്കാര്യം സത്യാമ്മ അറിയാതെ നമ്മൾ ഇത്രയും കാലം നോക്കി. ഒരു വിധത്തില് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. ആ കാര്യങ്ങളെല്ലാം സത്യാമ്മ അറിഞ്ഞാലും ഇന്നിവിടെ നടന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും സത്യാമ്മ അറിയാൻ പാടില്ല.
ശ്യാമ ദീപക്കിനെ കാണാൻ പോയതോ ആത്മഹത്യക്ക് ശ്രമിച്ചതോ ഒന്നും. അറിഞ്ഞ സ്വന്തം മക്കളോട് പോലും ക്ഷമിക്കില്ല സത്യമ്മ. ഓ, എന്തായാലും ഇടിമിന്നലും പെരുമഴയൊക്കെ മാറി മാനം തെളിഞ്ഞല്ലോ. അത്രയും സന്തോഷം. എന്തായാലും എനിക്കറിയായിരുന്നു ഇവക്ക് അധികം നാളൊന്നും പിടിച്ചേക്കാൻ പറ്റില്ലെന്ന്. ഇവരുടെ പിണക്കൊക്കെ ഒരു കുട്ടികളി പോലെ എനിക്ക് തോന്നിയത്. എന്നാലും ശ്യാമ പിന്നെയും ദീപക്കിനെ കാണാൻ പോയി എന്നറിഞ്ഞപ്പോ ചങ്കൊന്ന ആളി. പിന്നെ ആരും ഈ കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട കേട്ടാ. പോവാം. അമ്മ എന്താ ഇവിടെ? അത് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ? നിങ്ങളെന്താ ഇവിടെ? ഞങ്ങള് വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല എന്റെ മകൻ. ഞാൻ എല്ലാം അറിഞ്ഞു. ദാമ്പത്യവ്രതത്തിന് പൂജിച്ചെന്ന ചരട് കൈന്ന് അഴിച്ചു കളഞ്ഞപ്പോഴേ ഞാൻ നിന്നെ അടിച്ചു പുറത്താക്കേണ്ടതായിരുന്നു. അന്നത് ചെയ്യാതിരുന്നത് എന്റെ തെറ്റ്. അല്ലെങ്കിൽ ഇപ്പോഴെനിക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. സാരമില്ല, കുറ്റം മുഴുവനെ എന്റെ തന്നെയാ. രോഹിത് ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു വന്നപ്പോ സത്യഭാമയുടെ മരുമകളാകാൻ അവൾക്ക് യോഗ്യത ഉണ്ടോന്ന് കൂടി നോക്കണമായിരുന്നു ഞാൻ. കയ്യിൽ നിലവിളക്ക് കൊടുക്കുന്നതിന് പകരം തലയിൽ ചാണകവെള്ളം ഒഴിച്ച് പുറത്താക്കണമായിരുന്നു. ഏതോ ജന്തുവിന് മുന്നിൽ മുത്തിട്ട് കൊടുക്കരുത് എന്നുള്ള പഴഞ്ചൊല്ല് മനസ്സിലുണ്ടാകണമായിരുന്നു. ശാലിനി, നിനക്ക് നിന്റെ അനിയത്തിയെ നന്നാക്കാൻ ഞാൻ 7 ദിവസമാണ് അനുവദിച്ചത്. ഇനി അതിന് മെനക്കെടണമെന്നൊന്നുമില്ല. അഴുക്ക് ചാലി കിടക്കുന്ന അട്ടയ്ക്ക് പട്ടുമെത്ത ഇണങ്ങില്ല. അത് അഴുക്ക് ചാലിലേക്ക് തന്നെ പോകും. ഒപ്പം കളക്ടറമ്മയാവാനുള്ള നിന്റെ മോഹം എടുത്ത് പരണത്ത് വെച്ചേക്ക്. നീയാണോ നാട് നന്നാക്കാൻ പോന്നേ? അമ്മ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായിട്ടില്ല അല്ലേടാ. രോഹിത് കഴുത്തിൽ കെട്ടിയ താലിയും അണിഞ്ഞ് ഇവൾ മുൻ കാമുകനെ കാണാൻ പോയിട്ടില്ല അല്ലേ? ഭർത്താവിനെ അടുത്തിരുത്തി ഇവളൊരു പരപുരുഷനോട് ജീവിതം നൽകാൻ കെഞ്ചിയിട്ടുമില്ല അല്ലേ?
ഒടുവിൽ അവൻ പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞപ്പോ ജീവിതം അവസാനിപ്പിക്കാൻ വഴിയെ വന്ന ഒരു കാറിന് മുന്നിലേക്ക് ഇവൾ എടുത്ത് ചാടിയിട്ടുമില്ല. അല്ലേടാ? എന്റെ അമ്മോട് ആരീ പച്ചക്കള്ളൊക്കെ പറഞ്ഞേ? കള്ളോ? പിന്നെ കള്ളല്ലാതെ. എടാ, എന്നെ ഇനിയും കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണോ നീ? എന്റെ അമ്മ, ഞാൻ എന്തിനാ അമ്മ കബളിപ്പിക്കാൻ ശ്രമിക്കണേ? എന്നാ പറയടാ, പിന്നെ എന്തിനാ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത്? കാറിന് മുന്നിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിച്ച ശ്യാമയും കൊണ്ട് വന്നതല്ലേ നിങ്ങള്? അല്ലല്ല. എന്നാ പറ, ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്താ കാര്യം? ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ, ഹോസ്പിറ്റലിൽ എന്താ കാര്യം? എന്താണ് കാരണം? അതമ്മ ശാല്യമ്മേ കാരണം. ശാലിനിയോ? ഇവക്കെന്താടാ കുഴപ്പം? അയ്യോ, ടെൻഷൻ ഒന്നും അടിക്കണ്ട. നമുക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യ. അമ്മ വീണ്ടും മുത്തശ്ശിയാവാൻ പോവാ. സത്യം? അതെ, അതാ സത്യം. ദീപകിന്റെ കഥയൊക്കെ പറഞ്ഞിട്ട് അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഈ രോഹിത് ശ്യാമയെ ദീപകിന്റെ അടുത്തേക്ക് കൂട്ടി കൊണ്ടുപോകുന്ന അമ്മ കരുതുന്നുണ്ടോ? ഉണ്ടോ? അത് മാത്രമല്ല, അതെ എന്ത് സ്നേഹമായിട്ട് ഒരു കൈയൊക്കെ കോർത്തിട്ട് കണ്ട, അത്രയും സ്നേഹത്തിലാ. അല്ലമ്മ, അല്ലെങ്കിൽ തന്നെ അമ്മ നോക്ക്, ആക്സിഡന്റിൽ പെട്ടതിന്റെ എന്തെങ്കിലും ഒരു പരിക്കുണ്ടോ ശ്യാമയുടെ ദേഹത്ത്? നോക്ക്, നോക്കമ്മ, ഉണ്ടോ? അതാണ് അമ്മയെ പറഞ്ഞത് കള്ളക്കഥ പറഞ്ഞിട്ട് അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. നിനക്ക് ചുറ്റും ഒരു നിഴൽ യുദ്ധം നടക്കുകയാണ് ഭാമേ. അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. ശ്യാമിക്കുമുണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത്. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം, അതൊന്ന് കണ്ടു നോക്ക്. വൃത്തികെട്ടവളെ, എന്താണ് ഇത്? കുറച്ചു മുമ്പ് നീ എന്താ പറഞ്ഞത്? ആരാ പകർത്തിയതെന്നും ആരാ അയച്ചു കൊടുത്തതെന്നും ആ പയ്യന്റെ അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ഫോട്ടോകളെന്ന് അല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് നിന്റെ മകളുടെ കയ്യില്? അവൾ ഈ പറഞ്ഞതും കള്ളം തന്നെ. അല്ല, നിങ്ങളെന്താ ഈ കാര്യം നേരത്തെ പറയാഞ്ഞത്? അതെന്താന്ന് വെച്ചാലേ, ഈ വീട്ടിൽ വെച്ചിട്ട് ഒരു തലയൊറ്റലുണ്ടായപ്പോ ശാലിനെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാ. അപ്പോ ഞങ്ങൾക്ക് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോ ഉറപ്പായി. പിന്നെ വിവരം അറിയുമ്പോ ഇവര് അടുത്തുള്ള റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരെ കൂടി വിളിച്ചു വരുത്തിയത് ഒരു ധൈര്യത്തിന്. പക്ഷേ അമ്മയോട് ഇക്കാര്യം പറയണ്ടെന്ന് പറഞ്ഞതോ? പിന്നെ ആരും ഈ കാര്യം അമ്മയോട് പറയാൻ നിൽക്കണ്ട കേട്ടാ. എന്ന് വെച്ചാ ഞാൻ അമ്മ അറിയരുതെന്ന് പറഞ്ഞത് അതല്ലേ? അതെ. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളെല്ലാരും കൂടിയിട്ടേ അമ്മയ്ക്കൊരു സർപ്രൈസ് തരാന്നാണ് വിചാരിച്ചു.
അതുകൊണ്ടാ. അതെയോ? അതെ. ക്ഷമിക്കണം മോളെ, ഈ സമയത്ത് നിന്റെ മനസ്സ് വിഷമിപ്പിച്ചതിന്. നീയും നിന്നോട് പറഞ്ഞ മോശം വാക്കുകൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുക. അല്ല വിഷ്ണു, ഇവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ എവിടെ? എന്റെ അമ്മേ. എന്തമ്മ ചോദിച്ചേ? എടാ, ഇവളുടെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ഇല്ലേ, അതെവിടെയെന്നാ ചോദിച്ചത്. അതുണ്ട് ഇല്ലേ? അതെവിടെ? അതാണ് ഏറ്റവും വലിയ തമാശ. ഞാനത് ലാബിൽ മറന്നു വെച്ചിട്ട് പോന്നു. എന്റെ ഒരു മറവി അല്ലേ? എടാ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എവിടെയെങ്കിലും ഒക്കെ വെച്ച് മറന്നു എന്ന് പറഞ്ഞ അതെന്താന്ന് വെച്ചാലേ, ഞാന് അച്ഛനമ്മ പോണന്റെ സന്തോഷത്തില് ഞാനത് ലാബിന്റെ ടേബിളിൽ തന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നു. എനിക്ക് ടെൻഷൻ കാരണം. പോയി എടുത്തോണ്ട് വാ. ഇപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് ആഘോഷിക്കണ്ടേ? അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സമാധാനത്തോടുകൂടി റിപ്പോർട്ട്സ് എടുത്തിട്ട് അങ്ങോട്ട് വന്നോളാം. പറ്റൂല, നമുക്ക് ആഘോഷിക്കണം. പോയി എടുത്തോണ്ട് വാടാ. എടുത്തോണ്ട് വരാൻ. ചെന്ന് എടുത്തോണ്ട് വരാൻ. എടുക്കാം. ആ, എടുത്തിട്ട് വരാം. ഇനിയിപ്പോ എടുത്തോണ്ട് വരാം അല്ലേ? ആ, ചെല്ലേ. ടേബിളിന്റെ അവിടെ നിന്ന് ഞാൻ എടുത്തിട്ട് വരാം. എന്താടാ, പോയി എടുത്തോണ്ട് വാ. ഫയല് വല്ലവിടെ ഇവന് മോള് വാ, അവിടെ ചെന്നിരിക്കെ. വാ, ഇങ്ങോട്ട് വാ. അധിക സമയം ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട. ഈശ്വര, വിഷ്ണുട്ടൻ എവിടെ പോയി റിപ്പോർട്ട്സ് സംഘടിപ്പിക്കുമെന്നു. എന്റെ ദൈവമേ, ഇനി ഷാലിനിക്ക് മെഡിക്കൽ റിപ്പോർട്ട്സ് എങ്ങനെ ഉണ്ടാക്കുക?
സോറി പെങ്ങളെ, ഒരു അത്യാവശ്യമുള്ളതുകൊണ്ട്. മോളെ, സത്യമ്മയുടെ മനസ്സ് നിറഞ്ഞു. റിപ്പോർട്ട്സ് കിട്ടി. പോവാം, വാ വീട്ടിൽ പോവാം. വാ വാ എല്ലാരും വാ, പോവാ വീട്ടിൽ പോവാം. അമ്മ വാ വീട്ടിൽ പോ. അങ്ങനെ അങ്ങ് പോയാലോ? ആ റിപ്പോർട്ടിങ് കാണിച്ചേ. അല്ല അതൊക്കെ നമുക്ക് വീട്ടിൽ പോയി നോക്കാം. അമ്മ വാ, അമ്മേ, നമുക്ക് ആഘോഷിക്കണ്ടേ? ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞത്? അല്ല ഈശ്വര, ആരുടെ റിപ്പോർട്ടാണോ അത്? അതിൽ പേഷ്യന്റ് പേരുണ്ടാവുമല്ലോ.